വെബ്സൈറ്റ് വഴിയുള്ള നമ്മുടെ ക്ലാസ് കട്ടിങ്ങും അല്ല. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യാനെ കൊണ്ട് നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ മടക്കിയിടുക രണ്ടായിട്ട്. എന്നിട്ട് കറക്റ്റായിട്ട് മടക്കുക. അതിനുശേഷം നമ്മൾ ഇത് കറക്റ്റ് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പ് 1/4 ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൈയുടെ ഇറക്കം, സ്ലീവിൻ്റെ ഇറക്കം എത്രയായിരുന്നു വരുന്നത്? 6 ഇഞ്ചായിരുന്നു ഇറക്കം വരുന്നത്. ഈ അളവിൽ നമുക്ക് ഉണ്ട് ഒരു 10-10.5 ഇഞ്ച് വരെ ഇറക്കം കൊടുക്കാൻ കൈ കേട്ടോ, കൈക്ക് കിട്ടും. ഈ ഒരു മെഷർമെൻറ്റ്സിലാണെങ്കിൽ 1 മീറ്റർ ബ്ലൗസ് തുണിക്കാതെ. അത് ഇതിൻ്റെ കൈയിറക്കം 6 ഇഞ്ച്, അതായത് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഉണ്ടോ? മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ അടിച്ചു മറിക്കാനുള്ള, ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് അടിച്ചു മറിക്കാനുള്ള പീസ് ഇട്ടാൽ മതി. എമ്മിങ് ചെയ്യാനാണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചോളം വീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ. അത് മറന്നു പോരുത്. ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴി ഇറക്കുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഒരു 3.5 ഇഞ്ച് ഇറക്കിയാൽ മതി. 3.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ. ഇതിന് അളവുണ്ട് കേട്ടോ, ഇത് നമുക്ക് സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിനകത്ത് പഠിക്കാമേ. ഇനിയിപ്പോൾ കൈവണ്ണം എത്രയായിരുന്നു? കൈവണ്ണം വരുന്നത് 7.5 ഇഞ്ച്, 7 ഇഞ്ചായിരുന്നു. 14 ഇഞ്ചില്ലേ മൊത്തത്തിൽ വന്നേ, 7 ഇഞ്ചായിരുന്നു കൈവണ്ണം വരുന്നത്. മാർക്ക് ചെയ്യുക. ഇവിടുത്തെ വണ്ണം വരുന്നത് 12 ആയതര 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിത് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യണം. ഷേപ്പ് എങ്ങനെയായിരുന്നു മാർക്ക് ചെയ്യുന്നത്? നമ്മളിത് എത്ര ആയിരുന്നു എടുത്തത്? 7. അതിൻ്റെ സെൻറ്റർ എത്ര നോക്കണം? എത്ര? 3.5. അതിങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് എത്ര ഇറങ്ങി വന്നേ? 3.5 വന്നേ. അതിൻ്റെ പകുതി എത്ര? 3.5യുടെ പകുതി 1.25. 1.25 4 ഇഞ്ച് കൂട്ടുമ്പോൾ 2 ഇഞ്ച്. ഇതാണ് നമുക്ക് ആ പോയിന്റ് കറക്റ്റായിട്ടുള്ളത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഈ ആം ഹോൾ കർവ് വെച്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് തിരിച്ചിവിടെ വെച്ചിട്ട് ഇത് ഷേപ്പ് കൂടിപ്പോകാനോ കുറഞ്ഞു പോകാനോ പാടില്ല കേട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയൊരു ഷേപ്പോടെ ഇവിടെ ഒരു ഏകദേശം 1 ഇഞ്ചോളം വരെ നേരെയാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഷേപ്പ് വന്നേക്കുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ പഫ് പോലെ കളന്നിക്കുകയൊക്കെ ചെയ്യുവേ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നേരെ വരണം കേട്ടോ. നേരെ 1 ഇഞ്ച് വരെ വന്നിട്ട് പിന്നാണ് ചരിവ് വരേണ്ടത്. ഓക്കെ, നമ്മളിത് അളന്ന് നോക്കിയില്ല. അളന്ന് നോക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്തു. അളന്ന് നോക്കണം കേട്ടോ. അളന്ന് നോക്കിയിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. നമുക്കിവിടെ കിട്ടേണ്ട എത്രയായിരുന്നു? 8.25 കിട്ടേണ്ടത്. 8.25 കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കണ്ടോ? കറക്റ്റ് 8.25 നമുക്കിവിടെ കിട്ടി. അത് നോക്കിയിട്ടേ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ചിലപ്പം വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് അത് നോക്കിയ ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുത്ത് കട്ട് ചെയ്യണം. ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് എടുത്ത് കളയണ്ടേ. ഒരു 4 ഇഞ്ചൊക്കെ മതി കേട്ടോ. നമുക്കിത് ഫ്രണ്ടാന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കൈയുടെ വണ്ണം നമ്മൾ എഴുതി വെച്ചേക്കാം. അതിന് പിന്നെ തയ്ക്കാൻ നേരത്ത് കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാക്ക് കട്ട് ചെയ്തു, ഫ്രണ്ട് കട്ട് ചെയ്തു, സ്ലീവ് കട്ട് ചെയ്തു. ഇനി ബാക്കി ഇത്രയും പീസുണ്ട് അടിച്ചു മറിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ആയിട്ട്. അത് ഞാൻ എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിനകത്ത് പറഞ്ഞുതരാം. ഇത് ലൈനിങ് ആണല്ലോ നമ്മൾ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഒറിജിനൽ തുണി വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഒറിജിനൽ തുണി ഞാൻ പറഞ്ഞാൽ ഈ വലിയ ബോർഡർ നമുക്ക് വേണ്ട, ചെറിയ സ്ലീവ് ആണ്. അന്നേരം നമുക്ക് ഈ ഒരു ബോർഡർ മതി. ഇതന്നേരം ഒരു സൈഡിൽ മാത്രമേ സ്ലീവ് ബോർഡർ വരുന്നുള്ളൂ, ഈ ചെറുത് കേട്ടോ. മറ്റേത് വലുതാണ്, ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ഇതിൻ്റെ അകമ്പുറമുണ്ട് കണ്ടോ, നല്ല സൈഡും പന്നവശമുണ്ട്. ഇതാണ് നല്ല വശം, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതാണ് പന്നവശം. അത് നോക്കിക്കണം കേട്ടോ. പന്നവശവും നല്ല വശവും തമ്മിൽ മാറിപ്പോരുത്. ഇതിപ്പം ബോഡി പാർട്ട് ഏകദേശം ഒരുപോലെ ഇരിക്കുക കണ്ടോ, വലിയ വ്യത്യാസം സൂക്ഷിച്ച് നോക്കിയാലേ അറിയുള്ളൂ. ഈ ഒരു സൈഡിലായതുകൊണ്ട് നമുക്ക് സ്ലീവ് ഇവിടെ നിന്നല്ലേ മാത്രമല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്ലീവ് ആദ്യമേ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ആയതുകൊണ്ടാണ് സ്ലീവ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഓർമ്മ വെച്ചോണം. ഒരു സൈഡിൽ ബോർഡർ കൂടുതലും ഒരു സൈഡിൽ കുറവും വന്നുകൊണ്ടാണ് ഇവിടുന്ന് സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ സ്ലീവ് പിന്നെ കട്ട് ചെയ്യാറുള്ളൂ. പിന്നെ ഇത് വെച്ച് നോക്കേണ്ട കാര്യമില്ല, ഇഷ്ടംപോലെ തുണിയുണ്ട്. കാരണം ഇതിപ്പം എത്ര സെൻറ്റിമീറ്റർ വരും? 80 സെൻറ്റിമീറ്ററോളം തുണിയുണ്ട്. സാരിയുടെ വരുന്നതാണ്. 80 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നല്ല വീതിയുണ്ട്. അതിന് ഇഷ്ടംപോലെ തുണിയുണ്ട്. അത് നമുക്ക് വെച്ച് നോക്കിയിട്ട് കിട്ടുമെന്ന് നോക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനത് നോർമൽ ബ്ലൗസ് ചെയ്ത് മെഷർമെൻറ്റ് എടുത്ത് ലൈനിങ് ബ്ലൗസ് ചെയ്തപ്പോൾ നമ്മളെല്ലാം വെച്ചുള്ള സെറ്റ് ഇതല്ലേ എടുത്തത്. അതിൻ്റെ കാര്യം വരുന്നില്ല. കാരണം അതിന് തുണി കുറവായിരുന്നു. 62 സെൻറ്റിമീറ്റർ ഉള്ളായിരുന്നു, 63 സെൻറ്റിമീറ്റർ.
ഇതുണ്ട് സ്ലീവ് നമ്മൾ ഇവിടെ തന്നെ വെച്ച് കറക്റ്റായിട്ട് തന്നെ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ഒരു ശകലം ജോയിൻ്റ് വരും കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പോർഷന് ഇത്രയേ ഉള്ളൂ. ഈ ജോയിൻ്റ് നമുക്ക് ഇതിൽ ഒരു സൈഡിൽ കൊടുക്കാം. ഒരു സൈഡിൽ കൊടുക്കുമ്പോൾ ബാക്ക് സൈഡിൽ വേണം ജോയിൻ്റ് കൊടുക്കാൻ, ഫ്രണ്ട് പോർഷനിൽ കൊടുക്കരുത്. ഇവിടെ നമുക്ക് ജോയിൻ്റ് ആയിട്ട് കൊടുക്കാം, കാരണം അല്ലാതെ കിട്ടത്തില്ല. അല്ലാതെ എടുക്കുമ്പോൾ പിന്നെ രണ്ടും രണ്ട് ബോർഡറായി പോകും. തുണി ഉണ്ടെങ്കിലും നമുക്ക് ബോർഡറിൻ്റെ കാര്യം വരും, അല്ലെങ്കിൽ ബോർഡർ സെപ്പറേറ്റ് എടുത്ത് കൊടുക്കണം, അതിന് വൃത്തിയിടാം. നമ്മൾ ഇത്രയും കാര്യമുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ജോയിൻ്റ് കൊടുക്കാം. ബാക്ക് പോർഷനിൽ ഒരു ശകലേ വരുള്ളൂ, കാരണം ഇവിടെയാണ് മാറിങ്ങി വരുന്നത്. ഇവിടെ വരും ജോയിൻ്റ്. അത് അറിയത്തില്ല, കഷക്കുഴിയുടെ പോക്കോളും. അങ്ങനെ കറക്റ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം, അല്ല നമ്മൾ എക്സ്ട്രാ തുണിയിട്ട് കട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞായിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും പറയുന്നില്ല. അതുപോലെ ഡിസൈൻ നോക്കുകയും വേണം കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഇത്രയും പോർഷനേ ഉള്ളൂ ജോയിൻറ്റ്. ഇതിൽ ഇത്രയും ഭാഗവും തയ്യൽ തുമ്പായിട്ട് പോകുന്നതാണ്. അത് ശകലേ ഉള്ളൂ. നമുക്കിതിൽ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തങ്ങ് വെച്ചേക്കാം. അന്നേരം പിന്നെ ഇത് ജോയിൻ്റ് ചെയ്യാനുള്ള അത് ഇതിനകത്ത് വെച്ചേക്കാം. തയ്ക്കുന്നവർക്ക് എളുപ്പമാണ്, പിന്നെ കട്ട് ചെയ്യേണ്ടി വരത്തില്ല. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം. ഈ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ നേരത്ത് ഇത് ഡിസൈൻ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഡിസൈനൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് കറക്റ്റായിട്ടിട്ട് രണ്ടായിട്ട് മടക്കിടണം. നമുക്ക് ബാക്ക് പാർട്ട് ആദ്യം ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഉണ്ടോ? ഓക്കെ, നമുക്ക് ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ ക്രോസ് ആണ്. ഓക്കെ, ഈ ഒരു പോർഷൻ കട്ട് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ബാക്ക് പോർഷൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്തായിരുന്നു. ഫ്രണ്ടും കഴിഞ്ഞു, സ്ലീവും കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പടി ഒന്നെങ്കിൽ സ്ട്രൈറ്റ് അല്ലെ കുറുകെ. ക്രോസ് പീസിൽ ഒരിക്കലും ഫ്രണ്ട് പടി എടുക്കരുത്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇനി ഇതിൻ്റെ അടിയിലൊക്കെ ഇടാനുള്ള തുണിയും കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. അതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെ പീസാണ് എങ്ങനെയൊക്കെ എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അത് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും തുണി ബാലൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളതിനെ ഒരു ലൈനിങ് ബ്ലൗസിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ഒരു ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. വേറെ സിമ്പിൾ അല്ലേ? നമ്മൾ നോർമൽ ബ്ലൗസിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. ഈ മെഷർമെൻറ്റ്സിനകത്ത് ഈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരു നോർമൽ ബ്ലൗസിൽ നിന്ന് നോർമൽ ബ്ലൗസ് ചെയ്യുവാണെങ്കിൽ സെയിം തന്നെ, അളവിനകത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം വ്യത്യാസപ്പെടുത്തിയാൽ മതി. ഇല്ലെങ്കിൽ സെയിം തന്നെ, ഒന്നും കൂട്ടുകയും കുറയ്ക്കുകയും വേണ്ട. ഒരു നോർമൽ ബ്ലൗസിൽ നിന്ന് ലൈനിങ് ബ്ലൗസാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ലൂസ് കൂട്ടണം. ചെസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ 4 ഇഞ്ച് വൺ സൈഡ് കൂട്ടണം, മൊത്തത്തിൽ 1 ഇഞ്ച്. ബ്രസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ ലൂസ് കൂട്ടണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ലൈനിങ് ബ്ലൗസിൽ നിന്ന് ലൈനിങ് ബ്ലൗസ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അളവ് ബ്ലൗസിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തുണ്ടെങ്കിൽ മാത്രം വ്യത്യാസം വരുത്തുക, ഇല്ലെങ്കിൽ സെയിം മെഷർമെൻറ്റ്സ് ആണ്. മനസ്സിലായല്ലോ? ആം ഹോളിൻ്റെ ഭാഗം മാത്രം, ചെസ്റ്റിൻ്റെ ലൈനിലെ ആം ഹോളിൻ്റെ ഭാഗത്തല്ല, ചെസ്റ്റ് ലൈനിൽ നമ്മളൊരു
അരയിഞ്ച് ടക്ക് പിടിക്കുന്നതിന് ലൂസ് കൂട്ടണം, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ലൈനിങ് ബ്ലൗസിന്റെ ഈ മെഷർമെന്റ്സ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു നോർമൽ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനകത്ത് എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം.